ഒരു ജമീന്ദാർ തൻ്റെ നാട് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് കടന്നു പോകാൻ തീരുമാനിച്ചു. താൻ ഇപ്രകാരം പറഞ്ഞു, തൻ്റെ ഗ്രാമത്തിലുള്ള മറ്റുള്ള വ്യക്തികൾക്കെല്ലാം തനിക്കുള്ള സ്വത്തുക്കളെല്ലാം സൗജന്യമായി കൊടുക്കുവാൻ അദ്ദേഹത്തിനൊരു ആഗ്രഹം തോന്നി. താൻ ഇപ്രകാരം തൻ്റെ സേവകരോട് പറഞ്ഞു, ഒരു വിളംബരം ദേശത്ത് പറയണം, നാളെ രാവിലെ 6 മണിക്ക് എൻ്റെ ഭവനം ജനങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. ആരെങ്കിലും കടന്നു വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താഗ്രഹിച്ച് തൊടുന്നുവോ അതെല്ലാം നിങ്ങളതായി തരും. വെറും 5 മിനിറ്റ് മാത്രം നിങ്ങൾ അതിനെ സ്പർശിച്ചാൽ മാത്രം മതി. ഗ്രാമവാസികളെല്ലാം വളരെ സന്തോഷമായി. പല വ്യക്തികൾ പല കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഇതൊക്കെ വാസ്തവമാണോ, അദ്ദേഹം അല്ലെങ്കിൽ നമ്മെ പറ്റിക്കുകയോ കബളിപ്പിക്കുമോ എന്നെല്ലാം പറഞ്ഞ് ചിന്തിക്കുകയും പല കാര്യങ്ങൾ അവർ തീരുമാനിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. പല വ്യക്തികൾ തീരുമാനിച്ചു എന്തായാലും പോയി നോക്കാം. അങ്ങനെ പ്രഭാതത്തിൽ തന്നെ ഒരു 4 മണിയായപ്പോൾ നല്ല ഇരുട്ടുള്ള സമയത്ത് ജനങ്ങൾ വന്ന് ക്യൂ ആയി നിന്നു. ഇതെല്ലാം ജമീന്ദാർ തൻ്റെ കിളിവാതിൽ കൂടെ കണ്ട് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. എപ്രകാരം തൻ്റെ ഗ്രാമവാസികൾ താൻ പറഞ്ഞ വിളംബരത്തിന് അംഗീകരിച്ച് കടന്നു വരുവാൻ ഇടയായല്ലോ എന്ന് ഓർത്ത് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞതുപോലെ 6 മണിയായപ്പോൾ തൻ്റെ ഭവനത്തിൻ്റെ പ്രധാന കവാടം തുറക്കപ്പെട്ടു. ഇത് കണ്ട് ജനമെല്ലാം ജമീന്ദാറിനെ പോലും നോക്കാതെ കടന്നു വന്നു. ഒരു വ്യക്തി കടന്നു വന്ന് കാറിനെ സ്പർശിച്ചു, വേറൊരു വ്യക്തി കടന്നു വന്നു തൻ്റെ മനോഹരമായ ടിവിയെ സ്പർശിച്ചു, സോഫ സെറ്റിനെ സ്പർശിച്ചു. ചില വ്യക്തികൾ സാരികളെ തൊടുന്നുണ്ട്, നല്ല കളിപ്പാട്ടങ്ങളെ തൊടുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഉപയോഗിച്ചിരുന്ന ചെറിയ ടോയ്സിനെയൊക്കെ തൊടുന്നുണ്ട്. പല സന്തോഷത്തോടെ പല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് ഇദ്ദേഹത്തിന് വളരെ ആനന്ദമായി. ജനങ്ങൾക്ക് ഇത്രയെങ്കിലും എനിക്ക് ചെയ്യുവാൻ കഴിയുന്നല്ലോ. ഇങ്ങനെ തൊടുന്ന സമയത്ത് തന്നെ ചില വ്യക്തികൾ ചോദിക്കുന്നു, ജമീന്ദാറെ ഇതും കൂടെ ഞാൻ തൊട്ടോട്ടെ, ഈ അടുത്തിരിക്കുന്ന സമയം കൂടെ തൊട്ടോട്ടെ. വളരെ ആഗ്രഹം, മനുഷ്യൻ്റെ ആഗ്രഹമാണല്ലോ, എന്തെങ്കിലും കിട്ടണം, അത് കിട്ടണം, ഇത് കിട്ടണം എന്നെല്ലാം വലിയ ആഗ്രഹമാണല്ലോ. അങ്ങനെ ഇതെല്ലാം കണ്ട് ഈ ജമീന്ദാറിന് ഭയങ്കര സന്തോഷമായി. ഇദ്ദേഹം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു ബാലനെ ഇദ്ദേഹം ശ്രദ്ധിച്ചു. ആ കൊച്ചു ബാലൻ താൻ പറഞ്ഞ വിളംബരത്തിന് അനുയോജ്യമായി ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ആ കൊച്ചു ബാലനെ വിളിച്ചു ചോദിച്ചു, എൻ്റെ കൊച്ചു മകനെ, നീ എന്താ ഞാൻ പറഞ്ഞ ഈ വിളംബരത്തിന് അംഗീകരിക്കാത്തത്? നിനക്ക് ഇതൊന്നും വേണ്ടിയോ? ഈ കൊച്ചു മകൻ യജമാനെ നോക്കിയിട്ടിരിക്കുന്നു ചോദിച്ചു, യജമാനെ താങ്കൾ പറയുന്നത് സത്യമാണോ? ഞാൻ ഏത് തൊട്ടാലും അതെൻ്റെ സ്വന്തമായി തീരുമോ? യജമാനൻ പറഞ്ഞു, ഇതെല്ലാം എൻ്റെതാണ്. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഏത് തൊട്ടാലും നിൻ്റെതായി തീരും. ഇത് നീ വിളംബരം പറഞ്ഞത് വേറെ ആരുമല്ല, ഇതിൻ്റെ ഉടമസ്ഥനായ ഞാൻ തന്നെയാണ്. ഇവൻ എന്നാ എന്തറിയോ, 2ാമത്തെ നിലയിലേക്ക് കടന്നുപോയി, 3ാമത്തെ നിലയിൽ കടന്നുപോയി, 4ാമത്തെ നിലയിൽ കടന്നുപോയി. അവൻ്റെ സഹോദരങ്ങൾ, കൂട്ടുകാർ, അമ്മയപ്പന്മാർ അവിടെ അദ്ദേഹം പറഞ്ഞ ഈ ജമീന്ദാർ പറഞ്ഞ വിളംബരത്തിന് എപ്രകാരം അംഗീകരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നെല്ലാം കാണുവാൻ ഭയങ്കര സന്തോഷമായി. ഇവൻ കടന്നു പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം 2ാമത്തെ നിലയിൽ 3ാമത്തെ നിലയിൽ നിന്ന് അവൻ താഴെ ഇറങ്ങി വന്നപ്പോൾ ജമീന്ദാറിനെ വീണ്ടും കണ്ടു. ഇനി വെറും 1 മിനിറ്റ് മാത്രം അവശേഷിക്കുക. യജമാനന് ഇച്ചിരി ദേഷ്യമായി. അദ്ദേഹം ചോദിച്ചു, വൈ ആർ യു നോട്ട് ടച്ചിങ് എനിത്തിങ്? നിനക്ക് എൻ്റെ ഇരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെതായ സാധനങ്ങളൊന്നും നിനക്ക് വേണ്ടിയോ? നീ എന്തുകൊണ്ടാണ് ഒന്നും സ്പർശിക്കാത്തത്? വീണ്ടും ഈ കൊച്ചുബാലൻ ചോദിച്ചു, യജമാനനെ ഇനി വെറും ഒരു 40 നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ മുമ്പാകെ, ഞാൻ എന്ത് തൊട്ടാലും സ്വന്തമാകുമോ? യജമാനൻ പറഞ്ഞു, നിർബന്ധമായി ഇനി കുറച്ച് ടോയ്സ് മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ, പോയി തൊട്ടോ. ഇവൻ യജമാനൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കൈ ഉയർത്തി യജമാനനെ അങ്ങോട്ട് തൊട്ടു. യജമാനനെ തൊട്ടു. യജമാനൻ ചോദിച്ചു, വാട്ട് ബ്രോട്ട് യു ടു ടച്ച് മീ? എന്നെ തൊടുവാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകമെന്ത്? യജമാനനെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ ഈ ബാലൻ പറഞ്ഞു, യജമാനനെ ഈ കാണുന്ന സാധനങ്ങളെല്ലാം തൊട്ടാൽ ഇന്നോ നാളെയോ എല്ലാം നഷ്ടപ്പെടും. ഞാൻ താങ്കളെ തൊടുകയാണെങ്കിൽ ഇതെല്ലാം എൻ്റെതായി തീരും. കാരണം ഇതിൻ്റെ എല്ലാം ഉറവിടം താങ്കളുടേതാണ്. ഇതെല്ലാം നാളെ എല്ലാം നഷ്ടപ്പെട്ടാലും ഒരിക്കലും താങ്കൾ നഷ്ടപ്പെട്ടു പോകില്ല. എങ്കിൽ താങ്കൾ എനിക്ക് ലഭിച്ചാൽ എനിക്കൊന്നും നഷ്ടപ്പെടത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ നിക്ഷേപം എവിടെയിരിക്കുന്നത്? വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നമ്മുടെ ഹൃദയവും ഇരിക്കും. നമ്മുടെ നിക്ഷേപം ക്രിസ്തുവിലാണോ? നമ്മുടെ നിക്ഷേപം ലോകത്തിലുള്ള ആശയിലാണോ? ഒന്ന് ചിന്തിക്കൂ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.